യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ നാഥൻ വേദനകളെ മാറ്റും. മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഉണ്ട്, കേട്ടിട്ടുണ്ട്. ിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഗാനമാണ്, തേജസ്സിന്റെ നിത്യഗാനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട്, കേട്ടിട്ടുണ്ട്. വിശ്വാസത്താൽ ഞാൻ സംശയിക്കില്ല, വിശ്വാസത്തിൽ ബലപ്പെട്ട് മഹത്വം കൊടുക്കും. അവിശ്വാസത്താൽ ഞാൻ സംശയിക്കില്ല, വിശ്വാസത്തിൽ ബലപ്പെട്ട് മഹത്വം കൊടുക്കും. 100 വയസ്സായാലും ശക്തി ക്ഷയിച്ചാലും, 100 വയസ്സായാലും ശക്തി ക്ഷയിച്ചാലും, വാക്കു പറഞ്ഞവൻ ശക്തനാണ്, വാക്കു പറഞ്ഞവൻ ശക്തനാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഉണ്ട്, കേട്ടിട്ടുണ്ട്. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഒക്ടോബർ 13 രാവിലെ 11 മണി മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട ഒക്ടോബർ 15 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. TV പ്രേക്ഷക സംഗമം കോട്ടയം ഒക്ടോബർ 16 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, റെഡ് ക്രോസ് ടവർ, നാഗമ്പടം ഓവർബ്രിഡ്ജിന് സമീപം, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ഒക്ടോബർ 17 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഒക്ടോബർ 20 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം കർത്താവ് നമുക്ക് തന്നതായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളെ നടത്തുന്നത്, അവൻ്റെ കരുതലിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചില അത്ഭുത സാക്ഷ്യങ്ങൾ കാണാൻ പോവുകയാണ്. ആദ്യമായിട്ട് പുന്നയ്ക്കാമുകളിൽ നിന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ദീപയാണ് തൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത മരണത്തിൽ നിന്ന് തന്നെ വിടുവിച്ച, പ്രതീക്ഷ ഇല്ലാത്ത ആ സ്ഥലത്തു നിന്നും തന്നെ ലൈഫിലേക്ക് മടക്കി കൊണ്ടുവന്ന തൻ്റെ അത്ഭുത സാക്ഷ്യത്തെ പങ്കുവെക്കുകയാണ്. സിസ്റ്റർ പറയാനുള്ളത്, തൻ്റെ കഴുത്തിൽ 3 മുഴകളുണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി അത് ക്യാൻസറാണെന്ന് മനസ്സിലായി. ട്രീറ്റ്മെൻറ്റ് എടുക്കാനായി തുടങ്ങി, റേഡിയേഷൻ തുടങ്ങി. എന്നാൽ ഇതിനൊക്കെ ഒരു ഫലമില്ല എന്ന് പറയുന്ന വിധത്തിൽ വീണ്ടും തൻ്റെ ശരീരത്തിൽ മുഴകൾ വരാനായി തുടങ്ങി. തൻ്റെ ഹസ്ബൻഡും ക്യാൻസർ വന്നിട്ട് മരിച്ചു പോയതാണ്. എന്നാൽ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറയുന്നിടത്ത് ഒരു ദിവസം ട്രിവാൻഡ്രം ചർച്ചിൽ വന്നു. ബ്രദർ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് തൻ്റെ ലൈഫിൽ കർത്താവ് ഒരു വിടുതലിനെ കൊടുത്തു, ഒരു സൗഖ്യത്തെ കൊടുത്തു. തൻ്റെ ജീവിതത്തിൽ നിന്ന് ആ ശത്രു നീങ്ങിപ്പോകുവാനിടയായി തീർന്നു. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ഈ സിസ്റ്ററിന് തൊണ്ടയിൽ തൈറോയ്ഡ് ക്യാൻസർ ആയിരുന്നു. 2.5 മാസം മുമ്പ് ഇദ്ദേഹത്തിന് ഹസ്ബൻഡ് മരിച്ചു, അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു.
കർത്താവ് മോളുടെ കഴുത്തിനെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ഇല്ലാത്ത ഒരാൾക്ക് പിന്നെ എങ്ങനെയാണ് 4ാമത് പ്രാവശ്യം ഇങ്ങനെ ക്യാൻസർ ആവുന്നതെന്ന് പറഞ്ഞു. ഇത് പടർന്നതിന്റെ റിപ്പോർട്ടാ. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ദീപ. പുന്നക്കാമുകൾ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സിസ്റ്ററിന് തൊണ്ടയിൽ തൈറോയ്ഡ് ക്യാൻസർ ആയിരുന്നു. 3 മുഴയുണ്ടായിരുന്നു. ആ 3 മുഴയും ഓപ്പറേഷൻ ചെയ്തു. എന്നാൽ വീണ്ടും അതിനോട് അടുത്ത് തന്നെ വീണ്ടും ഒരു മുഴ വന്നു. ഒത്തിരി പ്രയാസത്തോടെ ആയിരുന്നത്. എന്നാൽ ആ സമയം നമ്മുടെ ചർച്ചിലേക്ക് വന്നു. കഴിഞ്ഞ മാർച്ചിലെ മിറക്കിൾ സൺഡേക്കാണ് സിസ്റ്റർ ആദ്യമായി നമ്മുടെ ചർച്ചിലേക്ക് വന്നത്. അന്ന് തന്നെ ബ്രദർ സിസ്റ്ററിനോട് ആലോചന അങ്ങോട്ട് പറഞ്ഞു. കർത്താവ് മോളുടെ കഴുത്തിനെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തു. യാതൊരു കുഴപ്പമില്ല, ടെസ്റ്റ് എല്ലാം നോർമൽ ആണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. എഴുന്നേറ്റ് ഒന്ന് കൈയടി കൊടുക്കാം. എന്നോട് അന്ന് പറഞ്ഞത് കഴുത്തിന്റെ ഇവിടെ നിന്നൊക്കെ പടരുന്നു എന്നല്ലേ പറഞ്ഞേ? റേഡിയേഷൻ കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ 1 മാസമായി. അല്ലാണ്ട് ബ്രദർ പറഞ്ഞായിരുന്നു ഇവിടെ 4ാമത്തെ മുഴ അത് ക്യാൻസർ ആയിരിക്കില്ല, അത് ഇനി നിന്നിൽ കാണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം FNC ടെസ്റ്റ് എടുത്തായിരുന്നു. 3 പ്രാവശ്യം എടുത്തതിൽ അവർക്ക് ഡൗട്ടായിരുന്നു. 4ാമത് എടുക്കാൻ പോയപ്പം ഞാൻ യേശുവിനെ വിളിച്ചിരുന്നു. അപ്പോൾ 3 പ്രാവശ്യം ഇല്ലാത്ത ഒരാൾക്ക് പിന്നെ എങ്ങനെയാണ് 4ാമത് പ്രാവശ്യം ഇങ്ങനെ ക്യാൻസർ ആവുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും 4ാമത്തെ FNC എടുത്തില്ലായിരുന്നു. 3 പ്രാവശ്യം FNC എടുത്ത് 3 പ്രാവശ്യം ഇല്ല എന്ന് തന്നെ പറഞ്ഞായിരുന്നു. ആ മുഴ ഇവിടെ ഉണ്ടോ? ഇദ്ദേഹത്തിന് ഒത്തിരി സങ്കടത്തിലൂടെ പോയ ഒരു കുടുംബമായത്. 2.5 മാസം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് മരിച്ചു. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു. അദ്ദേഹത്തിനും ക്യാൻസർ ആയിരുന്നു. കുറച്ച് വിഷമമുള്ള കാര്യമായി. ഞാൻ ഈ മോളുടെ കാര്യം കേട്ടപ്പോൾ എനിക്കും വലിയ തകർച്ചയായിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനും കഴുത്തിൽ ക്യാൻസർ വന്നു. 3 മുഴയുണ്ടായിരുന്നു. അതിന് ഓപ്പറേഷൻ ചെയ്തു. ഞാൻ ഇവിടെ വരുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നു ആ ദിവസം? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഈ മോളുടെ കഴുത്തിൽ അന്നും മുഴയുണ്ട്. പിറ്റേ പ്രാവശ്യം എന്നെ കാണുമ്പോൾ പറഞ്ഞത്, ബ്രദറെ അത് ദേഹത്തേക്ക് മുഴുവൻ പടർന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്നാണ് പറഞ്ഞേ. അങ്ങനെയല്ലേ പറഞ്ഞേ? അതിൻ്റെ റിപ്പോർട്ടാണിത് അല്ലേ? ഓക്കെ, എൻ്റെ റിപ്പോർട്ടാണ് കാണിക്കുന്നത്. ഇത് പടർന്നതിൻ്റെ റിപ്പോർട്ടാണ്. ഇപ്പോൾ ക്യാൻസർ ഇല്ലെന്നാണ് പറയുന്നത്. അതൊരു സന്തോഷമുള്ള കാര്യമോ? നീ എവിടുന്നാ വരുന്നേ? നിന്നെ ഓപ്പറേഷനിലേക്ക് നടത്താൻ നോക്കുന്ന ശത്രുവിനെ കാണാം. സത്യത്തിലെ നീ ഒരു ടേബിളിനകത്ത് എന്താ പറയുക, സ്ട്രക്ചറിനകത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ ചെറുപ്പത്തിലെ മരിച്ചു പോകുന്ന വിധത്തിൽ നിന്റെ സാഹചര്യം നിൽക്കുക. ഞാൻ ഈ മോളെ കണ്ടപ്പോഴേ എന്നോട് കർത്താവ് പറഞ്ഞേ, സത്യത്തിൽ ഇവര് എന്നെ കാണിച്ച വെളിപ്പാട് കുറച്ച് വിഷമമുള്ള വെളിപ്പാട്. തലയിൽ തുണിയിട്ട് പോയ ഒരു ഡെഡ് ബോഡി കിടക്കുന്ന പോലൊരു കാഴ്ച എന്നെ കാണിച്ചു. ഇവളെ തലയിൽ മരണം നിൽക്കുക. എന്നാൽ നിനക്ക് വിശ്വസിക്കാമെങ്കിൽ മരണത്തെ ജയിച്ച ഒരു കർത്താവ് നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവാ. ഒന്ന് യേശുവേ എന്ന് വിളിക്കാവോ? നമ്മളെ നിന്നെ കൊല്ലാൻ നിൽക്കുന്ന ചില രോഗങ്ങളുണ്ട്. നീ എന്തിനാ ഈ സ്കാർഫ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നേ? കഴുത്തിൽ സർജറി കഴിഞ്ഞ കാണിച്ചേ. എത്ര വയസ്സുണ്ട് നിനക്ക്? 29. കഴുത്തിലെ ക്യാൻസറിന്റെ ഓപ്പറേഷൻ. ഞാൻ ഇവരെ അടുത്ത് വന്നു നിന്നപ്പോൾ കർത്താവ് എന്നെ കാണിച്ച് തലയിൽ തുണി കിടക്കുന്ന ഒരു ശരീരം മരിച്ചു പോവോ. എന്നാൽ ജീവിക്കുന്നൊരു ദൈവത്തിന്റെ കാര്യം ഇന്ന് പകൽ എന്തോ ചെയ്യാൻ പോവോ. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ നിനക്കൊരു അനുഭവം ഉണ്ടായി. നിന്റെ തലയിൽ നിന്ന് ഒരു കുളിര് പോലെ വന്നു. എന്നിട്ട് കഴുത്ത് വരെ വന്നിട്ട് നെഞ്ച് വരെ ഇടിച്ചു നിന്നു. ഉണ്ടായോ? ഉണ്ടായി. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വീണ്ടും ഉണ്ടായി. ഇപ്പോഴും ഉണ്ടായി. പറ. ഒന്ന് ചേർന്ന് കൈ അടിച്ചു ആമേൻ പറ. ഇവൾക്ക് ഇപ്പോൾ ഒരു അനുഭവം പറയട്ടെ. ഇവളുടെ നെഞ്ചിന്റെ മുകളിൽ
ഇവള് വിറയ്ക്കുക. ഈ നെഞ്ചു വരെ ഇവൾക്കൊരു കാര്യം അറിയാം, ഇങ്ങനെ വിറയ്ക്കുന്നത് ഇവൾക്കറിയാം. ഇപ്പൊ അവൾക്ക് അനുഭവിക്കാൻ പോകുന്നൊരു കാര്യം പറയട്ടെ. ആ ശക്തി താഴോട്ട് ചലിച്ചു. ഇപ്പൊ കാല് വരെ വിറയ്ക്കുക. യേശു ഇവളെ തൊട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ഇന്നിവിടെ വരുമ്പോഴേ നിനക്കൊരു കാലിനൊരു വേദനയുണ്ടായിരുന്നു. നിന്റെ ഇടത്തെ കാലിന് നിനക്കൊരു വേദനയുണ്ടായിരുന്നു. നീ ഇവിടെ ഇരിക്കുമ്പോ ആ കാല് നിവർത്തി വെക്കും, മടക്കി വെക്കും, നിവർത്തി വെക്കും, മടക്കി വെക്കും, അങ്ങനെയായിരുന്നേ. അങ്ങനെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞപ്പോ നടുവിലോട്ട് ആ വേദന സ്പ്രെഡായി. അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഇനി അധിക നേരം ഇരിക്കാൻ ഒക്കത്തിൽ, എഴുന്നേറ്റ് പോകണം. എന്താ നിന്റെ പേര്? എന്നാൽ അമ്പിളി, നിനക്കൊരു കാര്യം ഉണ്ടായത് അറിയോ? ഈ വിറയിൽ വന്നതിന് ശേഷം നിന്റെ കാലുവേദന ഉണ്ടോ നോക്കിക്കേ. ഇല്ല. ഒന്ന് ചേർന്ന് കൈയടിച്ചു ആമേൻ പറ. ചിലരിന്ന് സൗഖ്യമാകുക, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. അമ്പിളി അല്ലേ? അമ്പിളി ഏകദേശം ഒരു ഇത് 2020 കൊറോണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് ഒരു രാത്രിയിലെ നിനക്കൊരു വല്ലാത്ത പേടി സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നം നിന്നോട് ഇങ്ങനെ തോന്നി, നീ മരിച്ചു പോകുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ നിന്റെ ശരീരത്തിൽ നിനക്ക് എവിടെയോ മഴയുള്ളത് തോന്നാൻ തുടങ്ങി. ഇന്ന് പകൽ ആ മരണത്തിന്റെ ദൂതൻ നിന്നെ വിട്ടുപോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് എൻ്റെ കർത്താവ് ചിലത് ചെയ്യും. നമുക്ക് ഇവിടെ വേദനയുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്ന ആ വേദനയും കൂടെ കർത്താവിന് സൗഖ്യമാക്കാൻ പറ്റുമെന്ന്? തൊട്ടാൽ വേദനയാ, തൊടാൻ പ്രയാസോ? സോളി എവിടോട്ടൊന്ന് കൈവച്ചേ. അപ്പാ, അങ്ങയുടെ അത്ഭുതകരം ഈ കുടുംബത്തെ തൊടുന്നതിന് നന്ദി. നമ്മളെ അവിടെ വെക്കടേ. ഞാൻ നിന്റെ ദേഹത്ത് കൈവച്ചപ്പോൾ ആ ഭാഗത്ത് ഷോക്ക് അടിക്കുന്നില്ലേ? ഒരു പെരുപ്പ് വരുന്നു. ഇനി അവിടെ വേദനയുണ്ടോ നോക്കിക്കേ. നീ പറ. പോയി. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. എന്തായാലും അവള് ചിരിച്ച് ഒരു നല്ല ആമേൻ പറഞ്ഞ കർത്താവിനെ. ആമേൻ. ഇനി കഴുത്ത് ഇങ്ങനെ ഒന്ന് തിരിച്ചേ. നിനക്കിങ്ങനെ തിരിക്കാൻ പ്രയാസമായിരുന്നു. ഇനി ആ മുഴ അവിടെ വേണ്ട. സോളി എവിടോട്ട് കൈവച്ചേ. യേശുവിന്റെ നാമത്തിൽ ആ മുഴ ചുരുങ്ങിപ്പോട്ടെ. അപ്പ ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്താലുള്ള സൗഖ്യം ഉണ്ടാകട്ടെ. മോളെ, നിന്നെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നിനക്കൊരു വെളിപ്പാട്, ഒരു സ്വപ്നം ഉണ്ടായി. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെള്ള വേഷമിട്ട ഒരാള് മോളെ അടുക്ക വന്ന് നിൽക്കണ പോലെ തോന്നി. കണ്ടോ നീ അങ്ങനെ? എങ്ങനെയാ? മിന്നായം പോലെ ഒരു വെള്ള വേഷമിട്ട ആള് മുമ്പിൽ വന്നു തോന്നു. അപ്പോഴാണ് നീ തറയിൽ പോയെ. അതാരാന്നൊന്ന് പറയോ? യേശു ഇവിടെ ഉണ്ട്. യേശു ഇവിടെ ഉണ്ട്. ചില പൈശാചിക കഴിയട്ടെ. Now in Jesus name. ഞങ്ങളെ പുറകിൽ ഒന്നും കൂടെ നിന്നോ. കർത്താവിന്റെ ശക്തി മോളെ തൊടട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ഒന്ന് കരമുയർത്തി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ലീഡേഴ്സ് ആരെങ്കിലും ഒന്ന് വരാവോ? ഞാൻ നിന്നെ എപ്പോഴും ആരാധിക്കും, ഞാടി പാടി സ്തുതിച്ചിരുന്നേ. ആ കരം ഉയർത്തിയിട്ട് ഞാൻ നിന്നെ എപ്പോഴും ആരാധിക്കും. ഇയാളെ ഒറ്റപ്പെടല് ചെറുപ്പമല്ലേ? ഒരു കൊച്ചു കുഞ്ഞുണ്ടല്ലേ? എന്തി മോളെന്തി? ആ മോളവിടെ ഉണ്ട്. ഇയാളുടെ ഒറ്റപ്പെടലും മാറണം. ഒരു കൊച്ചു മോളാ ഉള്ളത്.
ഒരു മോനുണ്ട്, ഇളയത് ഓക്കെ. എതിരെ 2 വയസ്സുള്ളൊരു മോനുണ്ട്, 8 വയസ്സ്. ഓക്കെ, നിങ്ങൾ ആ കാര്യങ്ങൾ നേരത്തെ മോൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. സമാധാനത്തിൻ്റെ ദൈവമോ ഇവൾക്ക് വലിയൊരു സമാധാനം കൊടുക്കട്ടെ. ക്യാൻസറിന് വിടുവിച്ചു എന്നപോലെ തന്നെ നിന്റെ മകളുടെ ലൈഫ് മുഴുവൻ സ്വാതന്ത്ര്യവും സമാധാനവും സ്വസ്ഥതയും അനുഭവിപ്പാൻ ഇടയാകട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇദ്ദേഹത്തിനൊരു അനുഭവം ഉണ്ടായി കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഒരു വലിയ വെളിച്ചം വന്ന് അടിച്ചത് ഇദ്ദേഹം കണ്ടു. അങ്ങനെ കണ്ടോ? ആ വെളിച്ചം ആരാണെന്ന് നിങ്ങൾക്ക് പറയാം. അതിന്റെ പേര് യേശു എന്നാണ്. നിങ്ങളിലേക്ക് ആ വെളിച്ചം വരട്ടെ. അടുത്തതായിട്ട് നെടുങ്കണ്ടത്ത് നിന്നും രാജീവ് എന്ന് പറയുന്ന ബ്രദറാണ് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ബ്രദർ പറയുന്നത് 5 വർഷത്തോളമായി തൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 8 ലക്ഷം രൂപയോളം താൻ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കി. IUI മറ്റ് കാര്യങ്ങളുമൊക്കെ ചെയ്തു. പക്ഷെ അതിലൊന്നും ഒരു ഫലമുണ്ടായില്ല. എന്നാൽ മീറ്റിങ്ങിന് വന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ മാസം തന്നെ തൻ്റെ വൈഫ് ക്യാരിയായി അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ കർത്താവ് കൊടുക്കുവാനിടയായി തീർന്ന് നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. 5 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ കുട്ടികളില്ലായിരുന്നു. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു 4-5 ഹോസ്പിറ്റലിൽ പോകാൻ 5-8 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. 5-8 ലക്ഷം രൂപ ചിലവായി. എന്നിട്ട് അവസാനം ഒരു IVF ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അതിനുള്ള സാമ്പത്തിക ഏകദേശം 8 ലക്ഷം രൂപയോളം കുഞ്ഞുങ്ങളില്ലാത്തത് കാരണം ചെലവാക്കി. 4 വലിയ ഹോസ്പിറ്റലുകളിലെ പോയി ചികിത്സയ്ക്കായിട്ട്. 4 വലിയ ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ചു. കോട്ടയത്ത് കട്ടപ്പന മിഷൻ ഹോസ്പിറ്റലിലെ കോട്ടയത്ത്, ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ, അതുപോലെ കോട്ടയത്ത് തന്നെ 2 വലിയ ഹോസ്പിറ്റലിൽ പോയി. കോട്ടയത്ത് 2 വലിയ ഹോസ്പിറ്റലുകളിൽ പോയി. IUI ചെയ്തു. അതുപോലെ IUI ചെയ്തു. ലാസ്റ്റ് IVF ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനൊന്ന് ഭീമമായ തുക വേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പോയില്ല. അതുപോലെ സാമ്പത്തിക കാരണം പോയില്ല. പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് അച്ഛൻ അതുപോലെ ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു വരണമെന്ന് പറഞ്ഞു. ബ്രദറിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, വരണമെന്ന് പറഞ്ഞു. ബ്രദറിന്റെ അച്ഛൻ മീറ്റിങ്ങിന് വന്ന് പങ്കെടുത്തതിനെ തുടർന്ന് മീറ്റിങ്ങിന് വരാനായി എന്നെ വിളിച്ചു. അങ്ങനെ ഞാനിവിടെ വരുന്നത് 2019 വന്നത്. ഓക്കെ, കൊറോണയ്ക്ക് മുമ്പ്. ഓക്കെ, അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ബ്രദർ പറഞ്ഞതുപോലെ ഒരു പെങ്കൊച്ചുണ്ടാവും എന്ന് പറഞ്ഞു. ആ പിറ്റേ മാസം തന്നെ വൈഫ് ഗർഭിണിയായിരുന്നു. ഒന്ന് എഴുന്നേറ്റ് കൈയടി കൊടുക്കാൻ പറയുന്നത് തനിക്കൊരു പെൺകൊച്ചുണ്ടാകുമെന്ന് കർത്താവ് ആലോചന പറഞ്ഞു. പിറ്റേ മാസം ഭാര്യ ഗർഭിണിയായി. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നേ. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കർത്താവിന് കൊടുത്തേ. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ കൊടുത്തു എന്ന് മാത്രമല്ല, കർത്താവ് എന്ന് പറഞ്ഞൊരു പെൺകൊച്ചിനെ കൊടുക്കുമെന്നാണ്. നല്ല അനുഗ്രഹിക്കപ്പെട്ട മോള് തൻ്റെ കയ്യിലുണ്ട്. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഈ ഡോക്ടർമാരെ ചികിത്സിച്ച സമയത്ത് കാരണം പറഞ്ഞിരുന്നു? ഡോക്ടർ എന്തെങ്കിലും കാരണം പറഞ്ഞിരുന്നു? ഞങ്ങൾക്ക് 2 പേർക്കും പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് ബ്രദറിന് കൗണ്ടും കുറവായിരുന്നു, ഇദ്ദേഹത്തിന് യൂട്രസിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, PCOD ഉണ്ടായിരുന്നു. 2 മറികടന്ന് കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഒന്നും കൂടെ ചോണയായിട്ട് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അടുത്തതായിട്ട് ആറ്റിങ്ങിൽ നിന്നും സുബിനാണ് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത്. തൻ്റെ മകൾ അവന്തികയ്ക്ക് കോങ്കണ്ണായിരുന്നു, ജന്മനാ കോങ്കണ്ണായിരുന്നു. എന്നാൽ മീറ്റിങ്ങിൽ വന്ന് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് തൻ്റെ മകൾക്ക് വലിയൊരു സൗഖ്യം കർത്താവ് കൊടുത്തു. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ബ്രദർ, ജന്മനാ കണ്ണിന് പ്രയാസം ഉണ്ടായിരുന്ന ഈ മകളെ കർത്താവ് കഴിഞ്ഞ ആഴ്ച സൗഖ്യമായി. സൗഖ്യമായ ഒരു അത്ഭുത സൗഖ്യമായി. അതൊരു നല്ല കാര്യമാണ്. ഒന്ന് കൈയടിച്ചു. ഈ മോൾക്ക് കോങ്കണ്ണായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോങ്കണ്ണ് നമുക്ക് അറിയാം. ഇപ്പൊ കോങ്കണ്ണില്ല. ഭയങ്കരമായി പോയി. ഒന്ന് കൈയടിച്ചു പറഞ്ഞേ. ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്നവരുണ്ടോ? കുറച്ചു പേരുണ്ടായിരുന്നു. ദൈവത്തിന് എന്തും ചെയ്യാവേ. പെൺപിള്ളേർക്ക് കോങ്കണ്ണ് കൊള്ളത്തില്ല. അതുപോലെ പ്രാർത്ഥിച്ച സമയത്ത് തന്നെ മാറി എന്ന് പറയുന്നത് എന്റെ കർത്താവ് ചെയ്ത കാര്യമാണ്. ഇറ്റ് ഈസ് ഗ്രേറ്റ്. നമുക്ക് അടുത്ത ആഴ്ച ഒരു സാക്ഷ്യം കൂടെ കേൾക്കണം. ഈ മോളിലെ കോങ്കണ്ണുണ്ടോ? അത് മാറിയത് കേൾക്കണം. ഇതിന് മാറ്റാൻ പറ്റുമോ?
യേശുവിൻ്റെ നാമത്തിൽ ഈ മോളുടെ കണ്ണ് നോർമലാകട്ടെ, പൊസിഷൻ നോർമലാകട്ടെ, പൊസിഷൻ നോർമലാകട്ടെ. അങ്ങയുടെ അത്ഭുത കരം തൊട്ടാകട്ടെ. നൗ ദ നെയിം ഓഫ് ജീസസ്. അങ്ങയുടെ അത്ഭുത കരം തൊട്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. മോൻ്റെ പേരെന്തുവാ? പേര് പറഞ്ഞോട്. അവന്തിക. അവന്തിക. ബ്രദറിന്റെ പേരെന്തുവാ? എൻ്റെ പേര് സുബിൻ. എവിടുന്ന വരുന്നേ? ആറ്റിങ്ങൽ കടയ്ക്കാവൂർ. സംസാരം കേട്ടിട്ട് ഇവിടുത്തെ ആറ്റിങ്ങക്കാരനാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ? അല്ലല്ല, ആറ്റിങ്ങലുള്ളത്. ഇതുപോലത്തെ മീറ്റിങ്ങിന് ആദ്യമായിട്ട് വരുവാണോ? നേരത്തെ പോയി കോവിഡിന് മുമ്പ് വന്നിട്ടുണ്ട്. കോവിഡിന് മുമ്പ് വന്നിട്ടുണ്ട്. കോവിഡ് കോവിഡിന് ശേഷം പിന്നീടാ വരുന്നത്. നിങ്ങൾ എന്തിനു വേണ്ടിയാ വാസ്തവത്തിൽ വന്നത്? കുഞ്ഞിന് വേണ്ടിയാണോ? ഈ കാങ്കണ്ണ് മാറാൻ വേണ്ടി മാത്രം വന്നോ? അതിനും പിന്നെ വൈഫിനും പ്രശ്നം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചത് കഴിഞ്ഞു. ഡെലിവറിക്ക് ശേഷം പ്രശ്നമുണ്ട്. ഓക്കെ, അതിനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു. പക്ഷെ കുഞ്ഞിന്റെ കോങ്കണ്ണ് മാറി, കർത്താവ് സൗഖ്യമാക്കി. സന്തോഷമുള്ള കാര്യമല്ലേ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഈ മോൾ അറിയപ്പെടുന്ന ഒരു പ്രവാചകയാകട്ടെ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ശുശ്രൂഷകയാകട്ടെ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഒക്ടോബർ 22 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മാർത്തോമ സുവിശേഷ സേവിക സംഘം, പ്ലാറ്റിനം ജൂബിലി ഹാൾ, മഞ്ഞാടി, തിരുവല്ല. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഒക്ടോബർ 23 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഒക്ടോബർ 24 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷനു സമീപം. മിറക്കിൾ സൺഡേ അഞ്ചലിലും പാറശാലയിലും ഒക്ടോബർ 27 രാവിലെ 8:30 മുതൽ. ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചലിൽ. വൈകുന്നേരം 4:30 മുതൽ. ഷീല കല്യാണ മണ്ഡപം, പാറശാല. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ എത്ര വർണ്ണിച്ചാൽ മതിയാവും. നമ്മുടെ ലൈഫിൽ നാം വേദനയോടും പ്രയാസത്തോടും നേരിടുന്ന കാര്യങ്ങളിൽ അതൊരു അത്ഭുതമായി കർത്താവ് നമ്മളെ സന്ദർശിക്കുന്നുവെങ്കിൽ ആ സന്തോഷത്തെ എത്ര പങ്കുവച്ചാൽ മതിയാകും. യേശുവിൻ്റെ സുവിശേഷ കാലത്ത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല, അന്ന് വ്യക്തികളായിരുന്നു ഈ സുവിശേഷത്തെ വഹിച്ചു കൊണ്ടുപോയത്. അതായത് യേശു വരുന്നു, അല്ല യേശു അത്ഭുതം ചെയ്തു എന്ന് താനായിരുന്ന ദേശങ്ങളിലെല്ലാം അറിയിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ ലൈഫിൽ കർത്താവ് ചെയ്യുന്ന നന്മയെ എത്ര പേരോട് പറഞ്ഞാൽ മതിയാകും? എത്ര നാൾ അതിൻ്റെ സന്തോഷത്തെ പങ്കുവച്ചാൽ മതിയാകും? നമ്മൾ ഒരു സിസ്റ്ററിൻ്റെ സാക്ഷ്യം കേട്ടു. തൻ്റെ ഹസ്ബൻഡ് ക്യാൻസർ മൂലമാണ് മരിച്ചത്. തൻ്റെ ലൈഫിലും അതേ കാര്യം, അതേ ഇരുട്ടിൻ്റെ ബലം തൻ്റെ ജീവിതത്തിലും സ്വാധീനിക്കാനിടയായി. ട്രീറ്റ്മെൻറ്റുകൾക്കൊന്നും ഫലമില്ല എന്ന് പറയുന്ന വിധത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് മുൻപിൽ കാണുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവരെ നിവർന്ന് നിർത്തുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ആ ജീവിതത്തിലുണ്ടായ സന്തോഷം, ആ കുഞ്ഞുങ്ങൾക്ക് തൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം എത്ര പറഞ്ഞാൽ മതിയാകും? അനാഥമായി പോകേണ്ട ഒരു കുടുംബത്തെ, കുഞ്ഞുങ്ങളെ കർത്താവ് സന്തോഷത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. വിശ്വാസത്തോടെ നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന പ്രശ്നങ്ങളെ വിശ്വാസത്തോടെ നേരിട്ടാൽ കർത്താവ് ജീവിക്കുന്നു, അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു. രോഗികളായിരിക്കുന്നവർ വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈവച്ചാട്ടെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികളായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ ഈ ഓരോ കുടുംബങ്ങളിലും എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിച്ചാട്ടെ. ഓരോ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അത്ഭുതകരങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. കർത്താവേ, ഇവരെല്ലാവരും ദൈവിക സന്ദർശനത്തെ അനുഭവിക്കണമപ്പാ. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ അനുഭവിക്കണം കർത്താവേ. കർത്താവേ, അത് ഒരു മേഖലയിലല്ല, സകല മേഖലയിലും ആ ജയത്തിൻ്റെ അനുഭവം ഉണ്ടാകണമപ്പാ. ജീവിക്കുന്നൊരു ദൈവത്തെ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, ബിസിനസ്സുകൾ ചെയ്ത് കർത്താവെ തൻ്റെ ലൈഫിൽ ഒത്തിരി നഷ്ടം വന്നു എന്ന് പറയുന്ന ഒരു കുടുംബത്തെ കർത്താവ് സന്ദർശിക്കുകയാണ്. ഇനിയൊരു കാര്യത്തിലേക്ക് സ്റ്റെപ്പ് എടുത്തു വെക്കുവാൻ കഴിയുന്നില്ല കർത്താവെ. അത്രത്തോളം നിരാശയിലായിപ്പോയി, അത്രത്തോളം വേദനയിലായിപ്പോയി. ജീവിക്കുന്നൊരു ദൈവത്തെ അവർ അനുഭവിക്കട്ടെ അപ്പാ. കർത്താവെ, അവർ അനുഭവിക്കട്ടെ അപ്പാ. അവരുടെ ലൈഫിലൊരു ജയമുള്ള അനുഭവം ഉണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പാ. നിൻ്റെ കൃപയിൽ സൂക്ഷിച്ചാട്ടെ അപ്പാ. അപ്പോൾ അവിടുത്തെ കരുണയിൽ കർത്താവേ അപ്പാ ഇവരെല്ലാം സൂക്ഷിച്ചാട്ടെ അപ്പാ.
സ്വർഗീയ പിതാവയോട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിലായിരിക്കാം, അവൻ്റെ കരുണയിലായിരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.